പരീക്ഷയിൽ പാസ് മാർക്ക് നേടാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തെ കാര്യം എന്നത് ഇനി നിങ്ങളുടെ മുന്നിലുള്ള സമയത്തെ വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക എന്നതാണ്. കുറച്ച് സമയമുള്ളൂ എങ്കിൽ ഫുൾ പോർഷൻസും പഠിച്ചു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. സോ കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് ഇമ്പോർട്ടൻറ്റ് പോർഷൻസിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഒരു സബ്ജക്റ്റിൽ എത്ര ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ടോ അതിൽ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട പോർഷൻസ് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് പഠിക്കാൻ തുടങ്ങുക. ഓരോ ടോപ്പിക്കും പഠിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യുക. അങ്ങനെയെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും പഠിച്ചുവെന്ന് ഉറപ്പ് വരുത്താൻ നിങ്ങൾക്ക് സാധിക്കും. ആൻഡ് ഇങ്ങനെ പഠിച്ച ഓരോ ടോപ്പിക്കും റിവൈസ് ചെയ്യാൻ കൂടെ ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്നത് എക്സാം പ്രസന്റേഷൻ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ക്ലാസ്സിലെ തന്നെ ചില കുട്ടികൾ നിങ്ങളുടെ അത്ര പോലും പഠിക്കുന്നുണ്ടാവില്ല, പക്ഷേ അവർക്ക് നിങ്ങളെക്കാളും അധികം മാർക്ക് ഉണ്ടാവും. ബിക്കോസ് അവർ എക്സാം എഴുതുന്ന സമയത്ത് നീറ്റായിട്ട് എഴുതിയിട്ടുണ്ടാവും. ഇങ്ങനെ വൃത്തിയിൽ ആൻസർ എഴുതുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്നാൽ പേപ്പർ നോക്കുന്ന ടീച്ചറെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പം ഇനി വരുന്ന പരീക്ഷയിൽ ഇങ്ങനെ നമുക്കൊന്ന് പരീക്ഷ എഴുതി നോക്കിയാലോ? യെസ്, നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ നീറ്റായിട്ട് എഴുതുക. നല്ല കൈയക്ഷരത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. തെറ്റുകൾ ഉണ്ടെങ്കിൽ ഒന്നിലധികം പ്രാവശ്യം അതിന് മുകളിൽ സ്ട്രൈക്ക് ചെയ്യുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. ഒരു ലൈൻ കൊണ്ട് സ്ട്രൈക്ക് ചെയ്താൽ മതി. ആൻഡ് മാക്സിമം തെറ്റ് വരുത്താതെ എഴുതാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ ശ്രദ്ധിച്ച് എഴുതണം. ഒരു പക്ഷേ ശ്രദ്ധക്കുറവ് കാരണം നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ എഴുതാൻ വരെ മറന്നു പോകാറുണ്ട്. ഡയഗ്രംസ് ഉൾപ്പെടുത്തേണ്ട ആൻസർ ആണെങ്കിൽ തീർച്ചയായും നല്ല നീറ്റായിട്ട് ഡയഗ്രംസ് വരയ്ക്കുക. അതിൽ നിന്നൊക്കെ നന്നായിട്ട് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്യണം. സോ ആ പോയിന്റ്സ് ഹൈലൈറ്റ് ആയിട്ടുണ്ടാവും. സോ മാർക്കും നിങ്ങൾക്ക് കിട്ടും. സോ ഗൈസ്, ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ച് എക്സാം എഴുതുക. എന്തായാലും നന്നായിട്ട് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഗൈസ്, അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.